കഴിഞ്ഞല്ലോ, പിന്നെ നീ ഇതിനെ തുണ്ട് കൊട്ടുന്നേ? നമുക്ക് കഴിഞ്ഞു കാണും, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം കഴിഞ്ഞിട്ടില്ല. അതെന്തോന്നു? ലാബ് ഉൾപ്പെടെ കഴിഞ്ഞല്ലോ, പക്ഷെ മിനി പ്രോജക്റ്റിന്റെ വൈവ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ആരായിരിക്കും വരുന്നത്? മറ്റേ മനോജ് CC ആണെങ്കിൽ തീർന്ന്. ഓടാ കരുതാ കൊച്ചൊന്നും പറയാ നീ. അതല്ല, ഈ വൈവയ്ക്ക് എന്താ ഈ പൊട്ടൻ തുണ്ടെഴുതുന്നേ? അത് പിന്നെ ശരിയാണ്. ഞാൻ എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു ചെറുതായിട്ട്. പിന്നെ ടെക്സ്റ്റ് ബുക്കിനകത്തൊന്നും കട്ട് ചെയ്തിട്ടില്ല നീ എഴുതി പാറ്റുന്നത്. പിന്നെ മനോജ് CC ആണെങ്കിൽ എത്ര എഴുതി പഠിച്ചിട്ട് ഒരു കാര്യമില്ല. പ്രോജക്റ്റ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടോ? ഞാൻ നേരത്തെ ഒരു സെറ്റ് പ്രോജക്റ്റ് റെഡിയാക്കി കൈ വെച്ചേക്കുക. അതിപ്പോ പത്തനംതിട്ട പോയി വല്ലവരെ കൊണ്ട് ജയിക്കാന് ആർക്കായാലും പറ്റും കേട്ടാ. നീ എന്തിനാ അവനെ കളിയാക്കുന്നേ? ഒരു അഡീഷണൽ പ്രോഗ്രാം നീ അറിയോ? നീ അവിടെ തന്നെയല്ലേ പോന്നെ? അതൊക്കെ ഞാൻ എന്റെ ചേട്ടൻ ചെയ്തു തന്നിട്ടുണ്ട്. ഡാളിയാ, നിന്നെ ആയിരിക്കും ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കാൻ വൈവയ്ക്ക് വിളിക്കുന്നത്. പറഞ്ഞേ. പിന്നെ പറഞ്ഞുതരായിരിക്കൂ? തരൂന്നേ. എന്താ മോനെ ഒരു ടെൻഷൻ പോലെ മൊത്തം? എടാ ചേട്ടൻ ചെയ്തു തന്ന പ്രോഗ്രാമാ. ആണ്ട് ഇപ്പൊ ഉണ്ട് 2 ഇറ കിടക്കുന്നു. അതാണോ? അതെ, 3 ഇറർ, 4 ഇറർ. അനങ്ങുന്നില്ലല്ലോ, എന്ത് പറ്റി? എടാ ഇതൊരു ഇച്ചിരി സമയം എടുക്കേ, ഒരു 2 മിനിറ്റ് എടുക്കേ, ഞാൻ ഇപ്പൊ വരാം. വിഷ്ണുവേ, എടാ അഭിച്ചേട്ടാ, എടാ നിന്റെ കഴിഞ്ഞിട്ട് ഈ സാധനം എനിക്ക് ഇങ്ങോട്ട് തരുവോ? അയ്യോ അളിയെ തരാൻ പറ്റത്തില്ല. എടാ നിന്റെ വൈവ കഴിഞ്ഞതിന് ശേഷം എന്റെ പ്രൊജക്റ്റിനെ അതിനകത്തോട്ട് ലോഡ് ചെയ്യത്തുള്ളൂ. ഒന്ന് താടാ. ആ വീട്ടിൽ ചെന്നിട്ട് അച്ഛനെ കാണിക്കാനുള്ള, തരാൻ പറ്റത്തില്ല. അതെന്താ അച്ഛന് നിനക്ക് വൈവ എടുക്കുന്നുണ്ടോ? ഇല്ലളിയാ, സോറി, തരാൻ പറ്റത്തില്ല. നീ മുടിഞ്ഞ് പണ്ടാരം ഉടങ്ങി പോടാ. അളിയ എന്തുവായി? അളിയ നിന്നോടായോണ്ട് ഞാൻ പറയാം, ഞാനൊരു വെറൈറ്റി രീതിയിലുള്ള ഒരു പ്രോജക്റ്റാണ് ചെയ്യുന്നത്. കാണിച്ചേ. ഈ പ്രോജക്റ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്തുവാ അളിയ, ആരെങ്കിലും ഏതേലും രീതിയിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് പോലീസ് സ്റ്റേഷനിലോട്ട് പോകും. ഇതെങ്ങനെ വർക്കാവുന്നെ? പെൺകുട്ടിയുടെ ഇരിക്കുന്ന ഫോണിൻ്റെ അകത്ത് നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും. ആ ആപ്പിന് നമ്മളൊരു ഫേസ് ID കൊടുക്കുന്നു, ഒരു ഫിംഗർ പ്രിന്റ് കൊടുക്കുന്നു, 12 അക്ക ഡിജിറ്റ് പാസ്വേഡും കൊടുക്കുന്നു. അതൊന്നും പോരാഞ്ഞ് ജസ്റ്റ് ഒരു മിസ് കോൾ അടിക്കുകയും കൂടെ വേണം. ഇത്രയും പാസ്വേഡ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ആ സിഗ്നൽ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതായിരിക്കും. അയ്യോ, ഒരു കാര്യം കൂടെ വിട്ടുപോയി, നമ്മളൊരു OTP കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൊടുത്ത് വേറൊരാൾക്ക് ചെന്നാലേ ആ OTP കൊടുക്കണം, എന്നാലേ ഇതൊക്കെ കിട്ടത്തുള്ളൂ. നിങ്ങളുടെ ഐഡിയ പണ്ട് എൻ്റെ അമ്മ ഇതുപോലെ വേറൊരാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചാടാ. അന്ന് ഇതുപോലെ എൻ്റെ ബുദ്ധി ഉറച്ചായിരുന്നെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഈ ബുദ്ധി ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ചിത കത്തുമ്പോഴും എൻ്റെ അമ്മൂമ്മ പറയുമായിരുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണമായിരുന്നു. അല്ല, ഇയാളിത് എങ്ങനെ ഉണ്ടാക്കിയ പ്രോജക്റ്റാ? ഞാൻ 4-5 മാസം കൊണ്ട് റിസർച്ച് ചെയ്തുണ്ടാക്കിയ സാധനമായിട്ട്. അയ്യടാ, ആ കഫേലെ ചേച്ചി കഴിഞ്ഞ വർഷം എന്റെ ചേച്ചിക്ക് കൊണ്ടുണ്ടാക്കി കൊടുത്ത പ്രോജക്റ്റ് ആണ്. അങ്ങനെ പറയാൻ പറ്റത്തില്ല, ദാശാണി OSIT ഉണ്ടല്ലോ, ഇത് എന്റെ സ്വന്തമാ. ആര് പറഞ്ഞു അവന്റെ ഒരു ദാശായണി? ഇന്ന് പോളെ ഇറക്കാം. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ചേച്ചിക്ക് കൊടുത്ത ഭവാനി എന്നാ പേര് പറഞ്ഞു. ആണോ? മനോജ് CC വരെ സമയമായിട്ടുണ്ട്. നിങ്ങൾ സ്ഥലം വിട്ടോ, പോ. മനോജ് CC ആണോ ഇൻവിജിലേറ്റർ? റോൾ നമ്പർ 1 അഭിജിത്ത് വന്നേ. പേടിക്കണ്ട, പറഞ്ഞുതരാം, പേടിക്കണ്ട. മറക്കല്ലേ. എടാ നിനക്ക് ടെൻഷൻ ഉണ്ടോ? എന്തിന് ടെൻഷൻ? പൈസ കൊടുത്താൽ ഞാൻ ഈ സോഫ്റ്റ്വെയർ ചെയ്യിപ്പിച്ചെങ്കിലും A to Z കാര്യങ്ങള് മനപ്പാടാ. നോക്കിക്കോ, തോറ്റി തുന്നം പാടി ഇപ്പൊ വരും. എന്തു മനസ്സാണ്? ഞാനിപ്പോ അങ്ങോട്ട് പോയി ഇത് തന്നെയല്ലേ ഈ അവന്മാരോട് പറയാൻ പോന്നേ. സർ, റോൾ നമ്പർ 1 അഭിജിത്ത്. ഇരിക്കെ. അയ്യോ, കൊമ്പത്ത് കയറിയിരുന്ന് ഡെസ്ക് ഇരിക്കാനാണ്, ബെഞ്ചിൽ കയറിയിരിക്കാം. സാർ, ഈ പ്രോജക്റ്റിനെ പറ്റി സാർ എന്ത് ക്വസ്റ്റ്യൻ വേണം ചോദിച്ചോ, എവിടുന്ന് വേണം ചോദിച്ചോ, ഐ ആം ടു മച്ച് കോൺഫിഡൻറ്റ്. ഉത്തരം ഞാൻ തന്നിരിക്കും. എനിക്ക് എൻ്റെ പ്രോജക്റ്റിന്റെ ബേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല, നീ പോക്കോ. അത് പറ്റില്ല സാർ, എന്തെങ്കിലും ചോദിക്കണം, എന്തെങ്കിലും. എടാ നിന്റെ ഫസ്റ്റ് റോൾ നമ്പർ അല്ലയോ, നിനക്ക് ടെൻഷനൊക്കെ കാണും. കുഴപ്പമില്ല, നീ പൊക്കോ, നിനക്ക് പാസ് മാർക്കൊക്കെ ഉണ്ട്. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വന്നിട്ട് ചോദ്യമില്ലെന്നോ? സാറ് ചോദ്യം ചോദിക്കാൻ ഞാൻ അവിടെ നിന്ന് പോകത്തില്ല. അങ്ങനാണോ? ഇപ്പം എന്നോടുള്ള പേടിയൊക്കെ പോയോ?
എന്നാ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ചോദ്യം ചോദിക്കുകയാണ് ചെയ്യണം സാർ. നിന്റെ പ്രോജക്റ്റിന്റെ പേരെന്തുവാ? ഇൽവാണിയ ഗണത്തോ. എടാ, ക്ലാസ്സിലെ അറ്റൻഡന്റ് രജിസ്റ്ററിനെ പറ്റിയാണ് നീ പ്രോജക്റ്റ് ഉണ്ടാക്കി വന്നേക്കുന്നത്. അപ്പൊ നീ എന്തിന് ഈ പേരിട്ടു? അറ്റൻഡന്റ് രജിസ്റ്റർ എന്ന് വല്ല ഇട്ടാ പോരായിരുന്നോ? ഈ ഇൽവാനിയ ഗണത്തോന്ന് എന്തിനിട്ട്? അത് വെറുതെ ഇട്ടാ. അത് പറഞ്ഞാൽ പറ്റത്തില്ല. നീ എന്തിനാ പേരിട്ടു എന്ന് വ്യക്തമായിട്ട് പറയാതെ നിന്നെ ഞാൻ പാസ്സാക്കി വിടത്തില്ല. ഞാനത് വെറുതെ പറഞ്ഞ സാർ. ആ പ്രോജക്റ്റിന് അകത്ത് എന്തെങ്കിലും ചോദിക്കും, ഞാൻ പറയാം. എനിക്ക് അകത്തെ ഒന്നും അറിയണ്ട, പുറത്തുള്ള ഈ പേരെന്തിനിട്ടു അതറിഞ്ഞാൽ മതി. കാഫക്കാരിട്ടെന്ന പേരാ സാർ, വേണേ അവരോട് ചോദിക്കും, എനിക്കറിയത്തില്ല. എടാ, ഈ പ്രോജക്റ്റ് എന്നൊക്കെ പറയുന്നതേ സ്വന്തമായിട്ട് ചെയ്യേണ്ട സാധനമാണ്. അല്ലാതെ വല്ലൊരു ഛർദ്ദിച്ച സാധനം ഉണ്ടോന്ന് വെച്ചിട്ട് കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് സംസാരിക്കുക. പൊക്കോ, മാർക്ക് തോപ്പിച്ചിട്ടുണ്ട്. അടുത്ത വൈവിക്ക് കാണാം. പൊക്കോ. 5000 രൂപ മുതൽ അവർ 5 പൈസയുടെ പോലെ വരാതില്ല സാറ്. രജിസ്റ്റർ നമ്പർ 2. പറയാൻ സൗകര്യമില്ല. പറഞ്ഞില്ലെങ്കിൽ നീ നാശത്തിലോട്ടാ പോകുന്നത് കേട്ടോ. ഇതുകൊണ്ട് എന്തോ നാശം വരാൻ? പൊട്ടിപ്പോയി, മൊത്തത്തിൽ പൊട്ടിപ്പോയി. എക്സ്ക്യൂസ് മീ സാർ. വാ ഇരിക്കെ. എന്താ നിന്റെ പ്രോജക്റ്റിന്റെ പേര്? ദാക്ഷായണി OS 80. ദാക്ഷായണി എന്നുള്ളത് അമ്മൂമ്മയുടെ പേരാ അല്ലയോ? അത് സാറിന് എങ്ങനെ അറിയാം? 2 വർഷം മുമ്പേ നിന്റെ ചേട്ടൻ വന്നായിരുന്നു, ദാക്ഷായണി 50 എന്നും പറഞ്ഞു. അന്നുകൊണ്ട് അറിയാം. എന്തായാലും നീ പ്രോജക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും പെട്ടെന്ന്. സാറേ ഇതൊന്ന് ഓണാക്കി തരും. ഇത് ഓണാക്കാൻ അറിയാന്നുള്ളതാ നീ പ്രോജക്റ്റ് ഉണ്ടാക്കിയത്? എക്സ്പ്ലെയിൻ ചെയ്യും. സമൂഹത്തിൽ സ്ത്രീകൾ ധാരാളം പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. വളരെ കറക്റ്റാ. ബസ്സിൽ പീഡിപ്പിക്കുന്നുണ്ട്, ട്രെയിനിൽ പീഡിപ്പിക്കുന്നുണ്ട്, കാറിൽ പീഡിപ്പിക്കുന്നുണ്ട്, ബസ്സിലെ, ലോറിയിലെ, ഓട്ടോയിലെ, പിന്നെ വിമാനത്തിലെ, പിന്നെ അതൊരു കാളവണ്ടിയിലെ. കാളവണ്ടിയൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്തോ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ആദ്യം പറ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെൻഡ് ചെയ്യുമ്പോഴത്തേന് ആ പെണ്ണ് പ്രസവിക്കുമല്ലോ. അതിനുവേണ്ടി ഞാനത് സിമ്പിൾ ആക്കിയിട്ടുണ്ട് സാറേ. ഞാൻ അതിന്റെ ഫേസ് ഐ ഡി മാറ്റിയിട്ട് അമ്മയുടെ ഫിംഗർ പ്രിന്റ്, അച്ഛന്റെ ഫിംഗർ പ്രിന്റ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അയ്യോ, ഇത് ഭയങ്കര സിമ്പിൾ ആയി പോയല്ലോ. സാറിനെ കൊച്ചാക്കുവാണോ? ഇത് കഴിഞ്ഞിട്ട് വേണം സ്ത്രീകളുടെ നെഞ്ചത്തൊരു CCTV സെറ്റ് ചെയ്യുന്നത്. അതാകുമ്പോൾ പീഡിപ്പിക്കുന്ന ആൾക്കാരെ നമുക്ക് മുന്നിൽ കാണാൻ പറ്റും. നീ പീഡിപ്പിക്കാൻ വരുന്നവരുടെ നെഞ്ചത്ത് വെക്കാൻ കാര്യമായി. എന്നിട്ട് പടാ പോ. സാറേ ഇവിടെ റേഷൻ കാർഡ് ഇല്ല. എടാ അങ്ങേര് പീഡനം വരുന്നതെന്ന് തോന്നണോ? എൻ്റെ ആ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അങ്ങേര് അംഗീകരിക്കുന്നില്ല. സമൂഹം അംഗീകരിക്കേണ്ട സോഫ്റ്റ്വെയർ നേരെ തുപ്പിക്കളഞ്ഞു. ദൂരം കഷ്ടപ്പെട്ട. എടാ ഇതൊന്ന് പിടിക്കാവോ? ഞാൻ ബാത്റൂമിൽ പോയി ഒന്ന് മുള്ളിയിട്ട് വരാം. പിന്നെ സുമേഷിൻ്റെ പ്രോജക്റ്റ് ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് കേട്ടോ. അവൻ അംഗീകരിക്കുമെന്ന് അറിയത്തില്ല. പീഡന വീരന്. സുമേഷിന്റെ പ്രൊജക്റ്റ് ഇതിനാട്ടോ. രജിസ്റ്റർ നമ്പർ 3. വരൂ സാർ. ആഹാ, കിടിലം പ്രോജക്റ്റ് ആണല്ലോ. റേഞ്ച് ഇല്ലാത്തിടത്ത് മറ്റ് നെറ്റ്വർക്കുകളുടെ റേഞ്ച് വരുന്ന പദ്ധതി. കൊള്ളാം. വെറൈറ്റി ആശയങ്ങളൊക്കെയാണ് സുമേഷ് ഉണ്ടാക്കി വിട്ടേക്കുന്നത്. അല്ല പോലെ നിനക്കിത് എങ്ങനെ കിട്ടി? അത് പിന്നെ നാട്ടിലുള്ള ചെറുപ്പക്കാരെല്ലാം ഇപ്പൊ പുറത്താണല്ലോ. അപ്പൊ നാട്ടിലെ ചേച്ചിമാരൊക്കെ പോസ്റ്റ് ആണല്ലോ. അപ്പൊ അവർക്ക് നെറ്റ്വർക്ക് കിട്ടാത്തപ്പം ഞാൻ നെറ്റ്വർക്ക് കൊടുക്കും. അപ്പൊ അതിന്റെ ഒരു ആശയത്തിൽ നിന്നും കിട്ടിയ സാധനമാണത്. വെരി ഗുഡ്. അപ്പൊ എന്തായാലും ഞാൻ നാട്ടിൽ തന്നെ ഉള്ളത് കാര്യമായി. ഇല്ലായിരുന്നു നീ അവിടെയും കൊണ്ടൊന്ന് ട്രൈ ചെയ്തേനായിരുന്നു. ഇല്ല, ഞാൻ 90 മുമ്പുള്ള വണ്ടികളൊന്നും എടുക്കാറില്ല. എന്തായാലും ഞാൻ ഫുൾ മാർക്ക് തന്നിട്ടുണ്ട്. പൊക്കോ. ഇത് ഇവിടെ വെച്ചേക്കോണേ. മറ്റേ സുമേഷ് ഇല്ല, അവന് ലാപ്ടോപ്പില്ലെന്ന് പറയുന്നത്, അവനൊന്ന് കൊടുത്തേക്കണേ. സുമേഷ്, നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് M.Tech പോകാൻ വല്ല പ്ലാൻ ഉണ്ടോ? ഒരു 42 സപ്ലി ഉണ്ട്. അത് എഴുതി തീർത്താൽ ഉടനെ M.Tech-ഓ B.Tech-ഓ ഏത് ടെക്കോണിലും എടുക്കാം.